സംസ്ഥാന സ്കൂൾ കലോത്സവം ബഹിഷ്കരിച്ചിരിക്കുകയാണ് സർക്കാർ ഡോക്ടർമാർ. അതായത് 25 വേദികളിലും സർക്കാർ ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകില്ല എന്നുള്ളതാണ് വാർത്ത. ആര്യനാട് ഡോക്ടർക്കെതിരായിട്ടുള്ള നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർമാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അമൽ തേനപ്പറമ്പിലാണ്. അതെ, അമൽ തേനപ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. സർക്കാർ ഡോക്ടർമാരെല്ലാവരും ഇതുപോലെ ബഹിഷ്കരിക്കുകയാണ് കലോത്സവം എന്ന് പറഞ്ഞാൽ ഈ 25 വേദികളിലും അപ്പോൾ സർക്കാർ ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകില്ലേ? ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എന്താണ് ചെയ്യുക? ഇവരൊക്കെ പ്രതിജ്ഞ എടുത്ത് ഒരു ജോലിയിലേക്ക്, ഒരു പ്രൊഫഷനിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അത്തരത്തിൽ ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് ബഹിഷ്കരിക്കാവുന്നതാണോ ഈ ഉത്തരവാദിത്വം? എന്താണ് ഈ ആര്യനാട് ഡോക്ടർക്കെതിരെ ഉണ്ടായ നടപടി? കാരണം എന്താണ്? വിശദാംശങ്ങൾ പറയൂ അമൽ. കേരളത്തിന്റെ പൊതുസമൂഹത്തെയും കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തെയും വെല്ലുവിളിക്കുന്ന നടപടിയാണ് സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സർക്കാർ ഡോക്ടർമാർ ഈ കലോത്സവത്തിന്റെ 15 വേദികളിലും ഉണ്ടാകില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് DMOയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഒരു ഡോക്ടർക്കെതിരായുള്ള നടപടിയാണ്. നെൽസൺ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആര്യനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തായി സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസ് നൽകിയതിന് തൊട്ടു പിന്നാലെ ആ വിഷയത്തിൽ നടപടി ഉണ്ടാവുകയും സർക്കാർ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ ഡോക്ടറെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി, സസ്പെൻഷൻ പിൻവലിച്ചു, മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. ആ ഡോക്ടറെ തിരികെ ഈ സ്ഥലം മാറ്റൽ നടപടി പിൻവലിക്കാതെ തങ്ങൾ സഹകരിക്കില്ല എന്നുള്ളൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്ത് ന്യായീകരണമാണ് ഇവരിതിന് പറയുന്നത് എന്നറിയില്ല. സർക്കാർ ശമ്പളം വാങ്ങുന്നവരാണ് നമ്മളൊക്കെ. ഈ വിദ്യാർത്ഥികളൊക്കെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളടക്കം നൽകുന്ന ടാക്സിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാരാണ്. അവർ ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രശ്നപരിഹാരം ഉണ്ടാകാതെ ഞങ്ങൾ ഈ കലോത്സവ പരിപാടിക്കേ ഇല്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കുന്നു അവർ. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഏത് തരത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയത് ഈ ഡോക്ടർ അവിടെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു എന്നുള്ളതാണ്. അത് ദൃശ്യങ്ങളടക്കം സ്റ്റെഫിനും അതോടൊപ്പം തന്നെ അനൂപും നമ്മുടെ 2 പ്രതിനിധികൾ അവിടെ പോയി അന്വേഷിച്ച് അവിടെ നിന്നുണ്ടായ പരാതി ശരിയാണ് എന്നുള്ളത് കണ്ട് ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ തെളിവ് സഹിതമാണ് ആ വാർത്ത നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ആ വിഷയത്തിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുത്തത്. അങ്ങനെ നടപടിയെടുത്ത ആരോഗ്യമന്ത്രിയെയും ആരോഗ്യ സംവിധാനത്തെയും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെയും വെല്ലുവിളിക്കുകയാണ് ഈ ഡോക്ടർമാർ. ആദ്യഘട്ടത്തിലൊക്കെ ചില പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ ആ പ്രതിഷേധം നിലനിൽക്കില്ല എന്നുള്ളത് പിന്നീട് അവർക്ക് ബോധ്യമായത്. ആരോഗ്യ വകുപ്പും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടാകുമല്ലോ, അതോ അറിഞ്ഞിട്ടുണ്ടോ? ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും പെട്ടെന്ന് തന്നെ ഇടപെടൽ ഉണ്ടാവുകയും വേണം, കാരണം ഇതാ കലോത്സവം തുടങ്ങി കഴിഞ്ഞു. പക്ഷേ അതായത് ഈ കത്തിൽ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് നൽകിയിരിക്കുന്നത് ഇന്നലെയാണ്, ക്ഷമിക്കണം 2-ാം തീയതിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ സർക്കാർ സംവിധാനം ഇത് അറിഞ്ഞതാണ്. 2/1/2025 കത്ത് നൽകിയിരിക്കുന്നു. ഇന്നിപ്പോൾ 4-ാം തീയതിയാണ്. 2 ദിവസമായിരിക്കുന്നു ഈ കത്ത്. താങ്കൾ ഈ പരിപാടിക്കേ ഇല്ല എന്നുള്ളത് കാണിച്ച് കത്ത് നൽകിയിട്ട് ആ കത്ത് നൽകി DMOയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് മേൽത്തട്ടിലേക്ക് എത്താൻ അധികം സമയമൊന്നും വേണ്ട. കലോത്സവം നടക്കുന്ന സമയമാണ്. ഉറപ്പായും ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലടക്കം ഈ വിഷയം പെട്ടിട്ടുണ്ടാകും. പക്ഷേ ആരോഗ്യമന്ത്രിയെയും കഴിഞ്ഞ കുറെ കാലമായി ഈ സംവിധാനങ്ങളെല്ലാം വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനാൽ തന്നെ എന്തെങ്കിലും ഇവർ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം ഉണ്ടാകാതെ ഇവർ ഇതിനോട് സഹകരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ എന്തായാലും ഈ പരിപാടിയിലേക്ക് തങ്ങളില്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. സർക്കാർ ഡോക്ടർമാരുടെ സേവനം 15 ഡോക്ടർമാരുടെ സേവനം ഉണ്ടാകില്ല, ഈ 25 വേദികളിലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? നമ്മൾ ഇന്നലെ കലോത്സവ വേദികളിലൊക്കെ ചെല്ലുമ്പോൾ ഫസ്റ്റ് എയ്ഡ് സംവിധാനമൊക്കെ പലയിടങ്ങളിലും നമ്മൾ കണ്ടതാണ്. അതിനിപ്പോൾ ബദലായി മറ്റെന്തെങ്കിലും സംവിധാനം സർക്കാർ ഒരുക്കിയിരിക്കുന്നതാണോ എന്നറിയില്ല. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ സർക്കാർ ഡോക്ടർമാർ ഇത് ബഹിഷ്കരിക്കുന്നു എന്നൊരു വാർത്ത നമുക്ക് ലഭ്യമായത്. ഇനിയിപ്പോൾ കലോത്സവ വേദികളിലുള്ള നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം സ്വാഭാവികമായി ആ വിഷയം ഒന്ന് പരിശോധിക്കാം. മാത്രമല്ല ആരോഗ്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും എല്ലാം ഈ വിഷയത്തിലൊരു നിലപാടും തേടണം. എന്താണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ? മാത്രമല്ല ഇനിയിപ്പോൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ തന്നെ അവരുടെ ആവശ്യം എങ്ങനെയൊക്കെ ആയാൽ കൂടി, അല്ലെങ്കിൽ ഈ ആരോഗ്യമന്ത്രി ഒന്നും അന്വേഷിക്കാതെ ഒരു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തൊരു ഡോക്ടറെ അങ്ങ് സ്ഥലം മാറ്റി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ നിലപാടെങ്കിൽ കൂടി ഇത്രയധികം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടി തലസ്ഥാനത്ത് നടക്കുമ്പോൾ അതിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട്. BJPയും കോൺഗ്രസും CPM എല്ലാം ഉണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ആ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട സ്വാഗത സംഘത്തിൽ ഇവരെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന്റെ സംഘാടക സമിതിയിലുള്ളവരാണ്. എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വമാണ് ഉള്ളത്. ഇത് ഭംഗിയായി മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ. അമൽ,
അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അമലിലേക്ക് വരാം. അതായത് ആരോഗ്യ വകുപ്പിന് കീഴിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ട് അക്ഷയ. ഇത് ആദ്യത്തേതല്ല. ആരോഗ്യ രംഗത്തെ വിവിധ പിഴവുകൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു പിഴവ് ചൂണ്ടിക്കാട്ടി അത് വാർത്ത ചെയ്തു. അതൊരു വെറും ഒരു മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു ആര്യനാട് ഡോക്ടർക്കെതിരെ എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരാതി പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ നോക്കൂ, കേരളമെമ്പാടുമുള്ള 10,000-15,000-ൽ പരം കുട്ടികൾ മാത്രം 15,000-ൽ പരം കുട്ടികൾ മാത്രം അല്ലാത്ത ആളുകളും എത്തുന്നിടത്ത് ഞങ്ങൾ ഒരു സേവനവും ചെയ്യില്ല എന്ന് പറയുന്നത് സർക്കാർ ഡോക്ടർമാരാണ്. സർക്കാർ ഡോക്ടർമാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത നൽകുമ്പോൾ ഈ പൊതുജനങ്ങളെ കബളിപ്പിക്കലാണ് ഇപ്പോൾ ഈ സർക്കാർ ഡോക്ടർമാരുടെ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ നൽകിയ വാർത്തയാണ് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ മാധ്യമത്തിനെതിരെ കേസ് കൊടുത്തൂടാ? തെളിവുകളുണ്ട് നമ്മുടെ കയ്യിൽ, വ്യക്തമായ തെളിവുകളുണ്ട്. ഒരു ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകൻ, ഒരു ഡോക്ടർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മാധ്യമ വാർത്ത കൊണ്ട് ഒരിക്കലും ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുമോ എന്നുള്ളതൊക്കെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക്. എന്തായാലും ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും. 2 ദിവസമായി കത്ത് കിട്ടിയിട്ടെന്നാണ് പറയുന്നത്. പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തായാലും എല്ലാ വേദികളിലും നമ്മുടെ റിപ്പോർട്ടർമാർ സുഗമമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. വിവരങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് വ്യക്തമാക്കാം.